ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. നാം ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ദൂത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന സാഹചര്യം വളരെ സങ്കീർണമാണ്. പ്രത്യേകിച്ച് ഭാരത സഭ കടന്നു പോകുന്ന ഇന്നത്തെ സവിശേഷമായ ഈ സാഹചര്യത്തിൽ പ്രാർത്ഥിക്കേണ്ടതിന്റെ, പ്രാർത്ഥനാ മുറിയിൽ നാം തുടരേണ്ടതിന്റെ അടിയന്തര ആവശ്യം ഇന്നത്തെ ഈ വചന സന്ദേശത്തിൽ കൂടി നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ നമുക്ക് പരിചിതമല്ലാത്ത വളരെ പ്രതികൂലമായ അവസ്ഥാവിശേഷങ്ങൾ ഇന്ന് സംജാതമായിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ നാം വളരെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമൂഹമായി ഇന്ന് മാറിയിരിക്കും. ഇവിടെ എന്താണ് ഇപ്പോഴത്തെ ആവശ്യം എന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയ പിന്തുണയോ സംഘടനാ ബലമോ നേതൃത്വ ബാഹുല്യമോ വളരെ സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ള വ്യക്തിത്വങ്ങളോ സാമ്പത്തിക ശക്തിയോ മറ്റേതെങ്കിലും മാനവ വിഭവ അടിസ്ഥാനങ്ങളോ ഇന്ന് ആവശ്യമാണെന്ന് തോന്നുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ആവശ്യം പ്രാർത്ഥനയിൽ ഒരു മുഴങ്കാലിത്വമാണ്. പ്രാർത്ഥന മുറിയിൽ നാം സജീവമാകുക എന്നുള്ളത് മാത്രമാണ് ഏക പരിഹാരം. നമ്മുടെ പ്രാർത്ഥന മുറികൾ നിരന്തരം വളരെ അലർട്ടായിരിക്കുക. നമുക്കിത് ആവശ്യമായിരിക്കുന്നത് സന്ധ്യ സംഭാഷണങ്ങളോ ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളോ പ്രതിഷേധങ്ങളോ ഇനി സംഘടനാ സംവിധാനത്തെ കാണിക്കാനുള്ള പ്രകടനങ്ങളോ മാനുഷികമായ മറ്റെന്തെങ്കിലും പരിഗണനകളോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോ ശക്തന്മാരായ നേതൃത്വത്തിന്റെ അഭാവമോ ഒന്നുമല്ല ഇന്ന് സഭയ്ക്ക് ആവശ്യമായിരിക്കും. ഈ കാര്യം പറയുമ്പോൾ ലോകം പോകുന്ന വഴിക്ക് ലോകം ചിന്തിക്കുന്നത് പോലെ സഭയും ആ പന്താവിനോട് പോകുവാൻ ഒരിക്കലും കഴിയുകയില്ല. ഒരിക്കലും സഭയിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് നാം ഇനി ഒരു രാഷ്ട്രീയ ശക്തി ആവണമെന്നല്ല. സഭ ഒരു ആത്മീയ ശക്തിയാണ്. ഞാൻ വീണ്ടും പറയുന്നത്, സഭ ഒരു ആത്മീക ശക്തിയാണ്. സഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവസ്നേഹവും ദൈവകൃപയും ദൈവിക സമാധാനവും ക്ഷമയും പരസ്പരമുള്ള സഹകരണവും ഐക്യതയും സമത്വവും സാഹോദര്യവും സഹവർത്തിത്വവും ഇതൊക്കെയാണ് സഭയിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത്. സഭ എന്നും ഈ ലോകത്തിന് വെളിച്ചമായി ഭൂമിയുടെ ഉപ്പായി നിലനിൽക്കണമെന്നാണ് സഭയെക്കുറിച്ച് ലോകം ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? ഇന്ന് സഭ രോഗിയായി തീർന്നിരിക്കുന്നു. ലോകം മരിച്ചുകൊണ്ടിരിക്കുന്നു. മരിച്ചു കിടക്കുന്ന ലോകത്തെ എഴുന്നേൽപ്പിക്കുവാൻ രോഗിയായി തീർന്ന സഭയ്ക്ക് കഴിയുന്നില്ല. ലോകം ചിന്തിക്കുന്ന പോലെ, ലോകം പറയുന്നത് പോലെ, ലോകം പ്രവർത്തിക്കുന്ന പോലെ, ലോകം ഓടുന്നത് പോലെ ഈ ലോകത്തിലെ കാര്യങ്ങൾ എപ്രകാരം നിർവഹിക്കപ്പെടുന്നു അതുപോലെ അതേ മാനദണ്ഡവും സഭയിൽ പുലർത്തുവാൻ ആയപ്പോൾ സഭയ്ക്ക് ലോകത്തെ തമ്മിൽ വ്യത്യാസമില്ലാതായി. എന്നാൽ സഭയിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ടത്, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ചാലക ശക്തിയായി, പരിശുദ്ധാത്മാവ് നൽകുന്ന ജീവസ്രോതസ്സുകളായി, ഈ ലോകത്തിന് ദാഹം മാറ്റുവാനുള്ള നിത്യജീവന്റെ ഉറവകളായി, ഈ ലോകത്തെ രക്ഷിക്കുവാനുള്ള ജീവൻ മൊഴികൾ, ഈ ലോകത്തെ നിരപ്പിക്കുവാനുള്ള, ലോകത്തിന്റെ അസമാധാനത്തെ മാറ്റുവാനുള്ള സുവിശേഷത്തിന്റെ സദ്വർത്തമാനം, സ്നേഹത്തിന്റെ വിളംബരം ഈ ലോകത്തിന് സമ്മാനിക്കാൻ നൽകുന്നത് ദൈവരാജ്യം. അവിടെ എല്ലാവരും ഒന്ന് സമത്വസുന്ദരമായ ഒരു ജീവിതം ഭൂമിയിൽ ഉണ്ടാകുമെന്നുള്ള സുവിശേഷത്തിന്റെ പ്രഖ്യാപനം. എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്, നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശങ്ങൾ, ഒരേ ശരീരത്തിന്റെ അവയവങ്ങൾ. സഭ മുഖാന്തരം ലോകത്തിന് വെളിപ്പെടുത്താനുള്ളത് ഈ സ്നേഹമാണ്, ഈ സന്തോഷമാണ്, ഈ ആത്മീയ അനുഗ്രഹങ്ങളാണ്. ഇതാണ് ദൈവരാജ്യം, ഇതാണ് സുവിശേഷം, ഇതാണ് യേശുക്രിസ്തുവിന്റെ സദ്വാർത്ത, ഇതാണ് രക്ഷയുടെ സന്ദേശം, ഇതാണ് ക്രൂശിലെ മൊഴികൾ, ഇതാണ് സർവ്വലോകത്തിൽ ഉണ്ടാകാനുള്ള മഹാസന്തോഷം. പ്രിയമുള്ളവരെ, നമുക്ക് യഥാർത്ഥ ക്രൈസ്തവികതയിലെ ദൈവപ്രകാരമുള്ള ആത്മീയത, നന്മയും പ്രസാദം പൂർണ്ണതയുള്ള ദൈവേഷ്ടം എന്തെന്ന് നാം ഓരോരുത്തർ കൂടി തിരിച്ചറിയുന്ന ദിനങ്ങളായി തീരട്ടെ. ഇത് ഈ മാസം മുഴുവൻ അപ്രകാരം ഒരു പ്രാർത്ഥനയിലേക്ക്, നമ്മുടെ ആഗ്രഹം ഒരു പ്രാർത്ഥനയാകട്ടെ. നമുക്ക് പലപ്പോഴും സ്വയം അതിന് കഴിയുന്നില്ല. പക്ഷേ നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് അപ്രകാരം ഒരു ജീവിതശൈലി, ലൈഫ് സ്റ്റൈൽ നമ്മളിൽ കൂടി വെളിപ്പെടുത്തുവാൻ കഴിയും. നാം ദൈവാത്മാവിനോട് സഹകരിക്കണം. തൃത്വത്തിന്റെ കൂട്ടായ്മ നാം അനുഭവിക്കുന്നെങ്കിൽ നിശ്ചയമായും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഒരു സഹവർത്തിത്വം, ദൈവ സംസർഗത്തിന്റെ ഒരു കൂട്ടായ്മ നാം മുഖാന്തരം, സഭ മുഖാന്തരം നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ദേശത്തിലേക്ക്, നാം ആയിരിക്കുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിലേക്ക് നിശ്ചയമായും അത് വെളിപ്പെട്ടു. അവിടെയാണ് പ്രിയമുള്ളവരെ യഥാർത്ഥ യേശുവിന്റെ ജീവൻ മൊഴികൾക്ക് പ്രസക്തിയാണ്. ഇത് സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ജീവിത മാർഗമാണ്. നാം ക്രൂശിന്റെ ചൂടടയാളം ശരീരത്തിൽ അടയാളപ്പെടുത്തിയവരാണ്. നാം ക്രിസ്തുവിന്റെ ക്രൂശ് വഹിക്കുന്നവരാണ്. നാം വിശ്വാസത്തിന്റെ സിയോൻ യാത്രികരാണ്. നമ്മുടെ കാഴ്ച, നമ്മുടെ കാഴ്ചപ്പാട്, നമുക്കുള്ള ദൈവിക ദർശനം താൽക്കാലികമായതിൽ നിന്നും നിത്യമായതിലേക്കാണ്. നാം കാണുന്നത് ഈ ഭാഗ്യലോകമല്ല, ഇളകാത്ത രാജ്യമാണ്. നാം നോക്കി പാർക്കുന്നത് മേലുള്ള യെരൂശലേമിന് വേണ്ടിയാണ്. നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് വരുവാനുള്ളതിന് വേണ്ടിയാണ്. നമ്മുടെ ഏവരുടെയും പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ഇന്ന് നാം നിലനിൽക്കുന്നത് സ്വർഗീയമായതിനു വേണ്ടിയാണ്. അതുകൊണ്ട് താൽക്കാലികമായതിനെ വിട്ട് നിത്യമായതിലേക്കും, ഭൗതികമായതിനെ വിട്ട് ആത്മീയതയിലേക്കും, മൺമയമായതിനെ വിട്ട് വിൺമയമായതിലേക്കും, നശ്വരമായതിനെ വിട്ട് നമുക്ക് നാളുകൾ ലഭിക്കാനുള്ള തേജസ്സിന്റെ നിത്യകരത്തെ ഓർത്ത് നാം അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നെങ്കിൽ ഈ സഭ പീഡനങ്ങളെ ജയിക്കും, എതിർപ്പുകളെ ജയിക്കും, പരീക്ഷകളെ ജയിക്കും.
പ്രതികൂലങ്ങളെ ജയിക്കും. അപ്പോസ്തലപ്രവൃത്തിയിലെ ഒരു പ്രാർത്ഥന ഞാൻ ആ ഭാഗം വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. പ്രവൃത്തികൾ 4:29-30. ഇപ്പോഴേ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അപ്പോസ്തലപ്രവൃത്തിയിലെ പ്രാരംഭ പ്രാർത്ഥനകളിൽ ഒന്നാണ്. 2-ാം അധ്യായത്തിന് ശേഷം 3-ാം അധ്യായത്തിൽ സംഭവിച്ച ഒരു സൗഖ്യം മതപുരോഹിതന്മാരെയും ദേവാലയത്തിലെ സേവകന്മാരെയും പടയാളികളെയും രാഷ്ട്രീയ നേതൃത്വങ്ങളെയും മതത്തിന്റെ അധ്യക്ഷന്മാരെയൊക്കെ വിരളി പിടിക്കും. ഇങ്ങനെ ഇത് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. നമ്മൾ ക്രൂശിച്ച് കൊന്ന യേശു ഉയർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കൂട്ടം ശിഷ്യന്മാർ യേശുവിനെ പ്രസംഗിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ നടക്കുന്നു. ആ യേശുവിന്റെ നാമം പറയുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. ഇനി ഈ രൂപത്തിൽ ഇത് വിടുവാൻ കഴിയത്തില്ല. എന്ത് ചെയ്യണം? തർജ്ജനം ചെയ്യണം, അടിച്ചമർത്തണം, പീഡിപ്പിക്കണം, അവരെ ഉപദ്രവിക്കണം, തടവിലാക്കണം. ഈ മാർഗത്തെ കുടിച്ചു കൂടണം, നശിപ്പിച്ചു കളയണം. പ്രിയമുള്ളവരെ, ആദ്യമേ അപ്പോസ്തലന്മാർക്ക് യാതൊരു പിന്തുണ, സ്വാധീനമോ അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക എന്തെങ്കിലും യോഗ്യതകളോ ഉള്ളവരായിരുന്നു. അവർ കേവലം സാധാരണക്കാരായി, പഠിപ്പില്ലാത്തവരായി, വലിയ ജ്ഞാനമൊന്നുമുള്ളവരല്ലായിരുന്നു. 50 ദിവസത്തിനു മുമ്പ് വളരെ ഭയമുള്ളവരും മറ്റുള്ളവരുടെ ചോദ്യങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരും പിന്മാറിപ്പോയവരും ഈ നിയോഗം വേണ്ട എന്ന് വെച്ചുകൊണ്ട് തിരിച്ചവരുടെ ജോലികളിലേക്കൊക്കെ മടങ്ങിപ്പോയവരും മുൻനിരയിൽ നിന്ന് ഒരു സമൂഹത്തെ നയിക്കുവാൻ പ്രാപ്തിയില്ലാത്തവരായിട്ട്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരായിരുന്നു അല്ലായിരുന്നു അവർ. വളരെ അപ്രസക്തരായവർ, മാനസികമായി തകർക്കപ്പെട്ടവർ, മതപുരോഹിതന്മാരോടും ദേവാലയത്തിലെ പ്രഭുക്കന്മാരോടും ന്യായശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും ഒന്നും മറുപടി പറയാൻ കഴിയാതെ ചോദ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവർ. പക്ഷേ പെന്തക്കോസ്ത് അവർ വ്യത്യസ്തനാക്കിയിട്ട് അവർ മേൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരെ ധൈര്യമുള്ളവരാക്കി. മാളമുറിയിൽ അവർ പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ശാക്തീകരണം അവരെ അതിമഹത്തായ ശുശ്രൂഷയ്ക്കായി സജ്ജമാക്കി. അതേ പ്രിയമുള്ളവരെ, നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഇനിയും ഒരു മാളിക മുറിയാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് വട്ടമേശയോ തീന്മേശയോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിന് മുമ്പിലുള്ള നമ്മുടെ സുഭിക്ഷമായ ആഹാരങ്ങളോ നേരം പോക്കോ അപ്രസക്തമായ കാര്യങ്ങളെ കുറിച്ച് നാം സംസാരിച്ച് നമ്മുടെ സമയം പാഴാക്കി കളയുകയല്ല. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു അപ്പർ റൂം ഫയറാണ്. നാം ഇതുവരെയും സപ്പർ റൂമിന്റെ സ്മോക്കാണ് കണ്ടത്. എന്നാൽ ഇനിയും സഭയ്ക്ക് ആവശ്യം അപ്പർ റൂം ഫയറുകളാണ്. എന്ന് നാം സപ്പർ റൂമിന്റെ സ്മോക്കിനോട് വിട പറയുന്നു, അന്ന് നമ്മളിൽ ഒരു മാളികമുറിയുടെ തീ കത്തും. ആ തീ മതശക്തികളെ തകർത്തു, പാരമ്പര്യ ശക്തികളെ ഇല്ലാതാക്കി. രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും പ്രാർത്ഥിക്കുന്നത് സൗഖ്യമാക്കുവാൻ കരം നീട്ടണമെന്ന്. സൗഖ്യമാക്കും. ഇവിടെ ആർക്കാണ് സൗഖ്യം ആവശ്യമായിരിക്കുന്നത്? നിങ്ങൾ ആ ഭാഗം നോക്കുമ്പോൾ വീണ്ടും അവർ പ്രാർത്ഥിക്കുന്നത് അത്ഭുതങ്ങൾ തുടരണം, വീര്യപ്രവൃത്തികൾ തുടരണം. അല്ലാതെ ഒരു മുടന്തനെ സൗഖ്യമാക്കി അതുകൊണ്ട് ആ സൗഖ്യത്തിന്റെ മഹത്വത്തിൽ ജീവിക്കുവാൻ അവർ തയ്യാറായി. വീണ്ടും സൗഖ്യമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ദേശത്ത് നാം പാർക്കുന്ന സ്ട്രീറ്റുകള്, വാർഡുകള്, ഹൗസിംഗ് കോളനികള്, അപ്പാർട്ട്മെന്റുകള്, ഫ്ളാറ്റുകള്, നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ വാർഡ്, ഇവിടെ എല്ലാം സൗഖ്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന നിങ്ങളിൽ കൂടി വലിയ ദൈവം പ്രവർത്തിക്കുന്ന ആളുകളിൽ നാം സാക്ഷ്യമായി ദൈവകൃപ നിങ്ങളുടെ മേൽ കർത്താവ് ധാരാളമായി പകരും. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ തലമുറയിൽ സംഭവിക്കും. പീഡനങ്ങൾ സഭയെ തളർത്തിക്കളയുകയില്ല. നാം ക്ഷീണിച്ചു പോകുകയില്ല. കാരണം നമ്മുടെ യുദ്ധം നമ്മുടേതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ജയം നിങ്ങളുടേതാണ്. ദൈവകർത്താവേ സഹായിക്കട്ടെ. ഓഗസ്റ്റ് മാസം വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലം നമുക്ക് തുടരാം. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിലുള്ള ചിന്തകൾ നാം പഠിക്കാം. ഗോഡ്